ഹലോ ഗൈസ്, രേഖാചിത്രം കണ്ടു. ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അപ്പം സിനിമ ഇറങ്ങിയിട്ട് 2 ദിവസമായി. അപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് കണ്ടതിന് ശേഷം അത്രമാത്രം ഒരു ഹൈപ്പും വെച്ചുകൊണ്ടാണ് ഞാൻ സിനിമ കാണാനായിട്ട് പോയത്. അപ്പോൾ ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്തിയോ എന്ന് ചോദിച്ചാൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഡീസന്റ് പടം. പക്ഷേ അത്രയ്ക്ക് ഓസം, കിടിലൻ, വേറെ ലെവൽ എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഒരു ഡീസന്റ് ത്രില്ലർ മോഡിൽ പോകുന്ന ഒരു പടം. പക്ഷേ ഒരു സസ്പെൻസ് ത്രില്ലർ ഒന്നുമല്ല. നമ്മുടെ മലയാളത്തിലും ഇന്ത്യൻ പടങ്ങളിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ പ്രതിയെ അവസാനം റിവീൽ ചെയ്യുന്ന കണക്ക് ഒരു പടമല്ല ഇത്. ഇതൊരു റിവേഴ്സ് ഹിസ്റ്ററി എന്ന് പറയുന്ന ജേണറാണ്. ഇതിനു മുമ്പ് മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു സിനിമ അതേ കണക്ക്, അതായത് ക്രൈമും ആ ക്രൈം ചെയ്ത ആളെയും ഒക്കെ നേരത്തെ കാണിച്ചുകൊണ്ട് ആരെയാണ്, അത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു കണ്ടുപിടിക്കുന്ന ആ ഒരു രീതിയിലാണ് പടം പോകുന്നത്. ആസിഫ് അലി മാൻ കിഡിലൻ ആക്ടിങ്, അതായത് ആ ഒരു പോലീസ് റോളിന് പക്ക ആപ്റ്റ് ആയിട്ട് പുള്ളി നല്ല കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിഷ്കിന്ത കാണ്ഡത്തിലായാലും ഇപ്പം എന്താ ഈ രേഖാചിത്രം എന്ന സിനിമയിലായാലും പുള്ളിയിലെ ആക്ടറിനെ പുള്ളി നല്ലതുപോലെ ഇംപ്രൂവ്ഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ആസിഫ് അലി ഫാൻ ആയിക്കൊണ്ടിരിക്കുവാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. പുള്ളി അമ്മാതിരി കിഡിലൻ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയാലും ആക്ടിങ് ആയാലും പൊള്ളിയായിട്ട് വരുന്നുണ്ട്. എന്തായാലും അടുത്തടുത്ത് വരുന്ന ആസിഫ് അലി പടങ്ങൾക്കായിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ നമ്മുടെ മനോജ് കെ ജയനും അനശ്വര രാജൻ, അതേപോലെ നമ്മുടെ സായ് കുമാർ, ഇവരെല്ലാവരും നല്ല കിഡിലൻ ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു ക്യാരക്ടറിനെ കിഡിലനാക്കിയിട്ടുണ്ട് അവരുടെ ആ ഒരു പെർഫോമൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു സിനിമയിൽ പെർഫോമൻസ് വൈസ് എല്ലാവരും കിഡിലനായിരുന്നു. മേക്കിങ്ങും ജോഫിൻ ടി ചാക്കോ, പുള്ളിയുടെ നേരത്തെ പടം നമ്മുടെ പ്രീസ്റ്റ്, മമ്മൂക്ക നായകനായിട്ടുള്ള പ്രീസ്റ്റ് ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറെ കൂടി ബെറ്റർ ആയിട്ട് മേക്കിംഗ് കൊണ്ടുവരാനായിട്ട് ജോഫിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് മമ്മൂട്ടി ചേട്ടൻ. മമ്മൂക്കയുടെ ആ ഒരു മമ്മൂക്ക ഫാക്ടറാണ് ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ വാവ് ഫാക്ടർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കേട്ടോ. മമ്മൂക്കയുടെ ആ ഒരു AI ക്യാമിയോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരുപാട് AI ക്യാരക്ടേഴ്സിനെ മുമ്പും ഇന്ത്യൻ പടങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും അത് നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുള്ളത് ഈ ഒരു പടത്തിലാണ്. ടെക്നിക്കലി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് രേഖാചിത്രം. എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയത് സെക്കൻഡ് ഹാഫ് ആണ്. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ച് എവിടെയൊക്കെയോ ഡൗൺ ആയി പോകുന്നതാണൊക്കെ എനിക്കൊരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടായി. അതേപോലെ തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ ക്ലൈമാക്സോട് അടുക്കുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ എവിടെയോ മിസ്സാവുന്ന പോലെ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. അതും കൂടെയൊക്കെ കിടിലനായിട്ട് വന്നിരുന്നെങ്കിൽ ഒരു കിടിലൻ പടം വന്നേനെ. പക്ഷേ ഇതൊരു ഡീസന്റ് പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെ. പടം മൊത്തത്തിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു.